ഒരു പെൺ സുഹൃത്ത് എന്ന് കൃത്യമായ അർത്ഥത്തിൽ എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ ഒരുപാട് പ്രേമലേഖനം എഴുതിയിട്ടുണ്ട്. ഒരു പെണ്ണിനോടും എനിക്ക് ജീവിതത്തിൽ പ്രേമം തോന്നിയിട്ടില്ല. സാഹിത്യവും രാഷ്ട്രീയവും പൊതുജീവിതമൊക്കെ ആയിരുന്നു എൻ്റെ ശ്രദ്ധ. അല്ലാതെ ക്ലാസ്സിലുള്ള പെൺകുട്ടികളൊന്നും ഞാൻ വാസ്തവത്തിൽ മുതിർന്നേ പിന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഉമ്മയ്ക്ക് വേദനയാവുന്ന ഒരു പണിയും ചെയ്യില്ല. പക്ഷെ ഞാൻ അങ്ങനത്തെ പണി എടുത്തിട്ടുണ്ട്. നിസ്കരിക്കൂല, ഉമ്മയ്ക്ക് വേദനയാവും. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് കള്ളു കുടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുക, അല്ലെങ്കിൽ വേറെ വല്ല കച്ചറ ഉണ്ടാക്കുക. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കുട്ടികളോടൊക്കെ ഞാൻ സംസാരിക്കുന്നതല്ലാതെ ഒരാൺ പെൺ വ്യത്യാസമല്ലാതെ പെരുമാറുന്നതാണ് എൻ്റെ ഒരു ശീലം. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ അങ്ങനെ ഒരു വ്യത്യാസത്തിൽ പെരുമാറില്ല. ഇപ്പോൾ പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും എൻ്റെ കൂടെ പഠിച്ചൊരു ഇന്നരയുണ്ട്. അവൾ എൻ്റെ വീടിനടുത്താണ്. ഞങ്ങൾ പരീക്ഷയ്ക്ക് വായിക്കുന്നതൊക്കെ ഒന്നിച്ചാ. അവളെ വീട്ടിൽ ഞാൻ വായിക്കുക. കാരണം അവളുടെ ഏട്ടൻ സുന്ദരനുണ്ട്, ഞാൻ വലിയ സുഹൃത്താണ്. അപ്പം സുന്ദരൻ്റെ പെങ്ങൾ എന്നുള്ളതല്ലാതെ എൻ്റെ ക്ലാസ്മേറ്റാന്നുള്ള ഒരു തരത്തിലൊരു ബന്ധം എനിക്ക് അവളോട് ഇല്ല. പിന്നെ വേറെ ലോഹിയൊന്നുമില്ല. ഞാൻ സോഷ്യോളജി BA മലയാളമാണ്. അപ്പോൾ അവൾക്ക് അറിയാത്തൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അവളുടെ അടുത്ത് എല്ലാ നോട്ടും ഉണ്ടാവും. ഞാൻ അന്ന് അസോസിയേഷൻ ചെയർമാനാണ്, വേറെ പലതുമാണ്, അന്നേ പ്രസംഗിക്കാൻ നടക്കുന്ന ആളാണ്. ഒരു പെണ്ണിനോടും എനിക്ക് ജീവിതത്തിൽ പ്രേമം തോന്നിയിട്ടില്ല. ഇതിനൊരു മറുവശമുണ്ട്. ഒരു പെണ്ണിനും എന്നോടും പ്രേമം തോന്നിയിട്ടില്ല. ഇനി ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ, ഞാൻ അറിഞ്ഞിട്ടില്ല അത്. അപ്പോൾ പിന്നെ എനിക്ക് അറിഞ്ഞൂടാ, ഇവർ എൻ്റെ കൂട്ടുകാർ ചിലരൊക്കെ പ്രേമിച്ചിട്ട് ഞാൻ ഒരുപാട് പ്രേമലേഖനം എഴുതിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. കാരണം നല്ല ഭാഷയിൽ വേണം, നല്ല കൈയക്ഷരം വേണം എന്നൊക്കെ പറ്റി. മറ്റേ പെൺകുട്ടിയൊക്കെ ഞാനാണ് എഴുതുന്നതെന്ന് അറിഞ്ഞൂടാ. ഇവരാണ് എനിക്ക് പരിപ്പോട മേടിച്ചു തരും, സിഗരറ്റ് മേടിച്ച്, ഞാൻ സിഗരറ്റ് വലിക്കും, സിഗരറ്റ് മേടിച്ചു തരും, ചായ മേടിച്ചു തരും, അല്ലെങ്കിൽ അവരുടെ കൂടെ അവർ പിന്നെ സിനിമയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ അതൊക്കെ തമാശയ്ക്ക് നമ്മുടെ കൂട്ടുകാരാണ്. അല്ലാതെ എനിക്കിത് എന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ എനിക്ക് ഒരു പെൺ സുഹൃത്ത് എന്ന് കൃത്യമായ അർത്ഥത്തിൽ എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. 4 കുട്ടികൾ ഞങ്ങളുടെ ക്ലാസ്സിൽ 10ാം തരത്തിലുണ്ടായിരുന്നു. അത് 2 മുസ്ലിം പെൺകുട്ടികളും 2 ഹിന്ദു പെൺകുട്ടികളാണ്. അപ്പം അന്ന് മുസ്ലിം പെൺകുട്ടികൾ 10ാം ക്ലാസ്സിൽ എത്തുകയെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. അപ്പം എൻ്റെ പെങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾക്കൊരു അബദ്ധം പറ്റി. അവൾ വയസ്സറിയിച്ചു. പിന്നെ അവൾ സ്കൂളിൽ പോകാൻ ഉമ്മ സമ്മതിച്ചില്ല. വാപ്പ വന്നപ്പോൾ വാപ്പ അതിനെ അനുകൂലിക്കുക ചെയ്ത്. ഞങ്ങളെ വീട്ടിൽ നന്നായി പഠിച്ചിരുന്ന അവളെ പഠിക്കാൻ സമ്മതിച്ചില്ല. വീട്ടിൻ്റെ തൊട്ടടുത്ത സ്കൂള്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 2 മിനിറ്റ് കൊണ്ട് റോഡിൻ്റെ അപ്പുറത്ത് സ്കൂൾ, ഇപ്പുറത്ത് വീടുകയാണ്. എൻ്റെ ശ്രദ്ധ മുഴുവൻ സാഹിത്യത്തിലാണ്. ഞങ്ങൾക്കന്ന് ഗുരുവായൂരപ്പൻ കോളേജിൽ സാഹിത്യരംഗം എന്നൊരു വേദിയുണ്ട്, ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ പ്രസിഡന്റ് കവിത എഴുതിയിരുന്ന ഇന്ത്യ ടുഡേ എഡിറ്ററായിരുന്ന സുന്ദർദാസാണ്. അതിൻ്റെ സെക്രട്ടറി UK കുമാരനാണ്, ഇപ്പോൾ കഥ എഴുത്തുകാരൻ. ഞാനാണ് എൻ്റെ ട്രഷറർ. അപ്പോൾ എനിക്കിതൊക്കെ സംഘടിപ്പിക്കാൻ പണി. ഇവർ വന്നിട്ട് ഓരോ കത്ത് എഴുതാൻ പറയുമ്പോൾ ഞാനൊക്കെ എഴുതി കൊടുക്കും. നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെയാണ്, ബാച്ച്മേറ്റ്സ് ഒക്കെ ഉണ്ട്. എന്നെ തെരഞ്ഞു വരും. അന്ന് എൻ്റെ കൈയക്ഷരം വളരെ നന്നായിരുന്നു. കത്തിലെ ഉള്ളടക്കം എന്ന് പറയുന്നത് എൻ്റെ സൗന്ദര്യം. അത് മെനിയാന്ന് ഞാൻ കണ്ടപ്പം ആ പൊട്ട്, ആ മറ്റേ പാവാട, ഒന്നും പറയണ്ട. എന്നിട്ട് എൻ്റെ കൂടെ BA ഉണ്ടായിരുന്നൊരു പെൺകുട്ടി, അവളെ എൻ്റെ ഒരു കൂട്ടുകാരൻ പ്രേമിച്ചിരുന്നു. അവൾ MAക്ക് വന്ന് അവൾ BAക്കും MAക്കും എൻ്റെ ക്ലാസ്മേറ്റാണ്. MAക്ക് വന്നിട്ട് എൻ്റെ ഒരു പുസ്തകം കാണുമ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് മറ്റവൻ്റെ പേരിൽ വന്ന കത്തൊക്കെ ഞാൻ എഴുതിയതാണ്. പിന്നെ അവരമ്മിൽ ആ പ്രേമം പിരിഞ്ഞു. അവൾ വേറെ പ്രേമിച്ചു, കല്യാണം കഴിച്ച് അങ്ങനെ പോയി. അങ്ങനെ അതുകൊണ്ട് അത് ഞാൻ എൻ്റെ ഒരു യോഗ്യതയായിട്ടല്ല പറഞ്ഞത്. അന്ന് ഇങ്ങനെയാണ്, ഇനി എല്ലാവരും അങ്ങനെയല്ല, ഞാൻ അങ്ങനെയാണ്, ഞങ്ങൾ പലരും അങ്ങനെയാണ്. ഞങ്ങളിതൊന്നും അല്ല ശ്രദ്ധിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരൊറ്റ ക്ലാസ്സും കട്ട് ചെയ്യാൻ എനിക്കിഷ്ടമല്ല. ഇപ്പോൾ ഏട്ടുണ്ണി രാജാവിൻ്റെ ക്ലാസ് ചിലപ്പോൾ 3 മണിക്കൂറൊക്കെയാണ്. 9 മണിക്ക് തുടങ്ങിയാൽ 1 മണിക്കാണ് ക്ലാസ് തീരുക. എനിക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹം പാഠകം പറയുന്ന ഒരാളാണ്. അദ്ദേഹം പുരാണങ്ങളുടെ കഥ പറയും. എല്ലാം കാണാപ്പാടാണ്. എല്ലാം കാളിദാസനോ ഭാസനോ വ്യാസനോ ഒക്കെ അദ്ദേഹം ഉദ്ധരിക്കും. വാൽമീകി രാമായണമൊക്കെ ഉദ്ധരിക്കും, ഒക്കെ കാണാപ്പാടാ. അപ്പോൾ എനിക്കതൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ കേന്ദ്രീകരണം, അതിൻ്റെ ഏകാഗ്രത എന്ന് പറയുന്നത് സാഹിത്യത്തിലാണ്. പിന്നെ മാത്രമല്ല, ഞാൻ അന്നേ തന്നെ ഇപ്പം 1971 തലശ്ശേരിയിൽ കലാപമുണ്ടായി. ഞാൻ ഞെട്ടിപ്പോയി. എന്നുവെച്ചാൽ വർഗീയ കലാപം ഉണ്ടാവുകയാണ്. അപ്പോൾ വർഗീയ കലാപത്തെ പറ്റി 47 കാലത്ത് അതിനെപ്പറ്റിയൊക്കെ നമ്മൾ നേരത്തെ വായിച്ചിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉണ്ട്. പിന്നെ ബോംബെയിലുണ്ട്. എന്നിപ്പോൾ ഞാൻ SK പൊറ്റക്കാടിൻ്റെ ഉറൂബിൻ്റെ ഒക്കെ നോവലുകളൊക്കെ വായിച്ചിട്ടുണ്ട്. കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടായി 71 തലശ്ശേരിയിൽ. അപ്പോൾ അന്ന് അവിടെ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെയും തരുൺ ശാന്തിസേനയുടെ പേരിൽ ഒരു സമാധാന പ്രവർത്തനമുണ്ട്. ഞാൻ അതിന് വീട്ടിൽ നിന്ന് ഒളിച്ചു പോവുകയാണ് 3 ദിവസം അവിടെ. അങ്ങനെയാണ് എൻ്റെ പൊതുപ്രവർത്തനം വല്ലതും ഉണ്ടെങ്കിൽ തുടങ്ങുന്നത് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് അതൊക്കെയാണ് എൻ്റെ ആധി. നമ്മുടെ തലശ്ശേരിയിൽ
കടപ്പുറത്ത് ആളുകൾ നിങ്ങൾ മുസ്ലിമാണ്, നിങ്ങൾ ഹിന്ദുവാണ് എന്നിട്ട് ഒരാളെ തല്ലാനോ കൊല്ലാനോ വീടിന് തീ വയ്ക്കാനോ പെണ്ണുങ്ങളോട് മോശമായി പെരുമാറാനോ പറ്റും. അന്ന് ഭാഗ്യത്തിന് ആരും മരിച്ചിരുന്നില്ല. പിന്നെ അതൊക്കെ പിന്നെ മാറാടുണ്ടായി, കോഴിക്കോട്ട് മാറാടുണ്ടായി. അപ്പോൾ ഞാൻ പറയുന്നത്, അന്ന് എനിക്ക് എൻ്റെ സാഹിത്യവും രാഷ്ട്രീയവും പൊതുജീവിതമൊക്കെ ആയിരുന്നു എൻ്റെ ശ്രദ്ധ. അല്ലാതെ ക്ലാസ്സിലുള്ള പെൺകുട്ടികളൊന്നും ഞാൻ വാസ്തവത്തിൽ അവരോടൊന്നും ഞാനങ്ങനെ മിണ്ടിയിട്ടും പറഞ്ഞിട്ടും ഒന്നുമില്ല. ഞങ്ങൾ പ്രീ ഡിഗ്രി ബാച്ചിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ഞാൻ തന്നെ സംഘടിപ്പിച്ചു. 1.5 കൊല്ലം മെനക്കെട്ടാണ് എല്ലാവരെയും സംഘടിപ്പിച്ചത്. 10-50 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൽ പലരോടും ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുകയാണ്, ജീവിതത്തിൽ ആദ്യമായിട്ട് സംസാരിക്കുകയാണ്. അവർ ബി എക്കുള്ളൊരു 4-5 കുട്ടികളെ ഞാൻ അറിയുള്ളൂ. ബാക്കി കുറേ പെൺകുട്ടികളുണ്ട്. അവരോടൊക്കെ ഞാൻ അന്നൊക്കെ ഇങ്ങനെ കണ്ടാ അറിയാം, 3 കൊല്ലം ഒന്നിച്ച് പഠിക്കുന്നതല്ലേ, ഒരേ ക്ലാസ്സിലല്ലേ. പിന്നെ എനിക്ക് നേരമില്ല, ഞാനെപ്പോഴും ഈ ഇതിനും പഞ്ഞു നടക്കുകയാണ്, മനസ്സിൻ്റെ ഒരു ഇല്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെ എൻ്റെ ഒരു കുഴപ്പമായിരിക്കും, എൻ്റെ ഒരു കൊള്ളരുതായ്മയായിരിക്കും. എനിക്കൊരു ജീവിതത്തിലൊരു അനുഭവത്തിലൊരു ഇതുള്ളതെന്ന് വെച്ചാൽ, ഈ പ്രണയം എന്ന് പറയുന്നത് ഞാൻ കുമാരനാശാൻ്റെ കൃതികളിലോ ബഷീറിൻ്റെ നോവലുകളിലോ അല്ലെങ്കിൽ ഉറൂബിൻ്റെ നോവലുകളിലോ ഒക്കെയാണ് ഞാൻ കണ്ടുള്ള സിനിമകളിൽ. പ്രധാനമായിട്ട് ഞാനൊക്കെ അനുഭവിച്ചത് പി ഭാസ്കരൻ മാഷ്ട സിനിമാ പാട്ടുകളിലാണ്. എൻ്റെ പ്രണയാനുഭവമൊക്കെ എവിടെയെന്ന് വെച്ചാൽ പി ഭാസ്കരൻ്റെ പാട്ടുകളിലാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറയാൻ, ഇപ്പോൾ നേരത്തെ അന്നു നിന്നെ കണ്ടതിൽ പിന്നെ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ രാസലീലയ്ക്ക് വൈകിയതെന്ത് നീ രാജീവലോചനെ ഒരു പാട്ട്, അല്ലെങ്കിൽ എത്ര പാട്ടാണ് ഭാസ്കരൻ മാഷ, അല്ലിയാമ്പൽ കടവിൽ എന്ന് അരയ്ക്കു വെള്ളം, ഭാസ്കരൻ മാഷ ഏത് പാട്ടും. പിന്നെ വയലാറും ഇട്ടിട്ടോ ഒട്ടും കുറവില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെഴുത്തുകാരൻ ഭാസ്കരൻ മാഷ. അന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തർക്കമുണ്ട്, ഭാസ്കരനോ വയലാറോ. അന്നത്തെ ഒരു തർക്കം ഇന്ന് മമ്മൂട്ടിയോ മോഹൻലാലോ നോക്കില്ലേ. അന്ന് ഞങ്ങളുടെ ഒരു ചോദ്യം സത്യനോ നസീറോ എന്നാ. ഞാൻ സത്യൻ്റെ ഭാഗത്താണ്. അവരൊരു ചോദ്യം, അന്ന് ധാരാളം തമിഴ് സിനിമ കാണും, ശിവാജി ഗണേശനോ MGR. ഞാൻ ശിവാജി ഗണേശൻ്റെ ഭാഗത്താണ്. ഹിന്ദി സിനിമയുടെ ഒരു ചോദ്യമുണ്ട്, ദിലീപ് കുമാറോ രാജ് കപൂറോ. ഞാൻ ദിലീപ് കുമാറിൻ്റെ ഭാഗത്താണ്. അതുപോലെ പാട്ടെഴുത്ത്, അന്ന് ഞങ്ങൾ വലിയ പ്രശ്നമാണ് പാട്ടെഴുത്ത്. ഭാസ്കരനോ വയലാറോ. ഞാൻ ഭാസ്കരൻ്റെ ഒരാളാണ്. ഞാൻ വയലാറിൻ്റെ മേലെയാണ് ഭാസ്കരൻ എന്നാണ് എൻ്റെ. പക്ഷേ വയലാർ മനോഹരമായ പാട്ടുകൾ, ഇപ്പോൾ ചെമ്മീൻ്റെ പാട്ടുകൾ എഴുതിയത് ഭാസ്കരൻ മാഷല്ല, വയലാറാണ്. അങ്ങനെ എത്രയെങ്കിലും ഉണ്ട്.